ജമ്മുവിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം. മണ്ണിടിച്ചിലിൽ മരണം 30. ജമ്മു കാശ്മീരിലെ ദോഡയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും മാതാ വൈഷ്ണോദേവി ക്ഷേത്രപാതയിലെ മണ്ണിടിച്ചിലിലും മരണം 30. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ 30 കഴിഞ്ഞെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് പരംവീർ സിംഗ് സ്ഥിരീകരിച്ചു. സ്ഥലത്ത് NDRF സംഘം രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും ദേശീയപാതകളടക്കം നിരവധി റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 3 റിയാസിയിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള ട്രക്കിംഗ് പാതയിൽ മണ്ണിടിച്ചിലുണ്ടായത്. നിരവധി പേരെ കാണാതായി. പ്രദേശത്ത് സൈന്യം രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപകടത്തെ തുടർന്ന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. തവി, രവി നദികൾ കരകവിഞ്ഞതിനാൽ ജമ്മുവിൽ പ്രളയ മുന്നറിയിപ്പും നൽകി. ജമ്മു ശ്രീനഗർ 250 കിലോമീറ്റർ ദേശീയപാത മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചു. രാംനഗർ, ഉധംപൂർ, ജൻഗൽവർ, തത്രി തുടങ്ങിയ റോഡുകളിൽ മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും കാരണം ഗതാഗതം തടസ്സപ്പെട്ടു. കശ്മീർ താഴ്വരയെ കിഷ്ത്വാറുമായി ബന്ധിപ്പിക്കുന്ന സിൻതാൻ ടോപ്പ് പാസ് അടച്ചു. ശ്രീനഗർ ലേ ദേശീയപാത കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നും സൈന്യം രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു. അതിശക്തമായ മഴ ഹിമാചൽ പ്രദേശിൽ പ്രളയസമാന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. മണാലിയിലെ കുളു മണാലി ദേശീയപാതകളടക്കം ഒട്ടേറെ റോഡുകളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. മണാലിയിൽ ബിയാസ് നദി കരകവിഞ്ഞൊഴുകി 4 നില ഹോട്ടൽ കെട്ടിടം ഒലിച്ചുപോയി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുളു മണാലി മേഖലയിൽ നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുകയാണ്. തിങ്കളാഴ്ച മുതൽ കനത്ത മഴയാണ് ജമ്മു മേഖലയിൽ അനുഭവപ്പെടുന്നത്. നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ഉയർന്ന മഴയാണ് ഇവിടെ പെയ്യുന്നത്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം റോഡുകളും പാലങ്ങളും തകർന്നു. പല വീടുകളും വെള്ളത്തിനടിയിലായി. റോഡുകളിലൂടെ പോകുന്ന വാഹനങ്ങൾ കുഴിയിൽപ്പെട്ട അവസ്ഥയിലാണ്. നിരവധി പേർ മാറി താമസിച്ചു. ട്രെയിൻ ഗതാഗതം താറുമാറായി. ജമ്മു കത്ര സ്റ്റേഷനുകളിൽ നിർത്തുകയോ അവിടെ നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്ന 22 ട്രെയിനുകൾ റദ്ദാക്കി. കിഷ്ത്വാർ, ദോഡ, രജൌരി ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വീടുകളും കാലിത്തൊഴുത്തുകളും തകർന്നിട്ടുണ്ട്. കിഷ്ത്വാറിലെ പദ്ദർ റോഡിലെ ഒരു ഭാഗം ഒലിച്ചുപോയി. രാംനഗർ, ഉധംപൂർ, ജംഗൽവാർ, തത്രി റോഡുകൾ ഉരുൾപൊട്ടൽ മൂലം തടസ്സപ്പെട്ടു. രവി നദിയുടെ തീരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ മുങ്ങിയ അവസ്ഥയിലാണ്. ചെനാബ് നദിയിലും ജലനിരപ്പ് ഉയരുന്നു. സാംബയിലെ ബസന്തർ നദിയും കരകവിഞ്ഞ നിലയിലാണ്. റിയാസി ജില്ലയിലെ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ ഉരുൾപൊട്ടലിൽ 9 പേരായിരുന്നു ആദ്യം മരിച്ചത്. 21 പേർക്ക് പരിക്കേറ്റു. ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുവരികയാണ്. നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് ആശങ്ക. കട്രയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള അഥക്വാരിയിലെ ഇന്ദ്രപ്രസ്ഥ ഭോജനാലയത്തിന് സമീപമാണ് ഉരുൾപൊട്ടലുണ്ടായത്. മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നിർത്തിവച്ചിട്ടുണ്ട്. യാത്രക്കാർ ജാഗ്രത പാലിക്കണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.